സന്നിധിയിൽ വിനയപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളത് കേട്ട വചനത്തിന്റെ മുമ്പിൽ ലഭ്യമായ ആലോചനയുടെ മുമ്പിൽ കർത്താവേ ഞങ്ങളെ അങ്ങയുടെ സന്നിധി വിലയപ്പെടുത്തുകയാണ്. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കർത്താവയോട് വിശ്വസ്തനായി കൂടെ ഇരുന്ന ദൈവമാണല്ലോ. കർത്താവേ, ഞങ്ങൾ അത്ഭുതകരമായി നടത്തിയ ദൈവമാണല്ലോ. പലപ്പോഴും തിരിച്ചറിയാതെ ഞങ്ങൾ പോയിട്ടുണ്ട്. കർത്താവേ, ജീവന്റെ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, രോഗങ്ങളുടെ മധ്യത്തിൽ നിരാശപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവേ. എന്നാൽ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ദിവ്യാലോചനകൾക്കാണ് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രശ്നങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, വിനയപ്പെടുവാൻ, കർത്താവെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്തല്ലോ. അവിടെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ കരുതുന്ന ദൈവമാണല്ലോ. ഞങ്ങൾക്ക് വലിയ ഉദ്ദേശത്തോടുകൂടി അവിടെ ഞങ്ങളെ ആക്കിയിരിക്കുന്നല്ലോ. കർത്താവിന്റെ വലിയ വാഗ്ദത്തം തന്നിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, ഏത് പ്രയാസങ്ങളുടെയും കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ ഭയപ്പെടേണ്ട എന്നുള്ളതായ ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധി വിനയപ്പെടാനും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിപ്പാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതിന് സൂക്ഷിത മകനായിട്ട് സ്തോത്രം. കർത്താവ് കൂടെ നിന്ന് ബലപ്പെടുത്തിയല്ലോ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറച്ചല്ലോ. കർത്താവ്, എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ സമർപ്പിച്ച മക്കൾക്കായി സ്തോത്രം. കർത്താവ്, പുതിയ അനുഭവത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ലഭിച്ച നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. മടക്കയാത്രയ്ക്കൂടെ ഇരിക്കണം, സുരക്ഷിതമായി കേൾക്കണം, നല്ല വിശ്രമം നൽകണം. വിശുദ്ധ ദിവസം പ്രഭാതങ്ങളെ സ്തുതിപ്പാൻ കൃപ ചെയ്യണമേ. വീണ്ടും ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാനും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൃപ ചെയ്യണം. ഉച്ചമായി പ്രാർത്ഥനയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. പാട്ടുപാടുന്ന അവസരം